ഹലോ മൈ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസത്തിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലേക്കും സ്വാഗതം. ഓക്കെ, ഇന്നിപ്പോൾ എൻ്റെ ഒരു വെള്ളിയാഴ്ച എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. രാവിലെ തന്നെ മഹാലക്ഷ്മിക്ക് ചെറിയൊരു പൂജ നടത്താമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ പച്ചരിയാണ് ഇട്ടേക്കുന്നത്. അതിനെ കൊണ്ട് ഒരു കോലം പോലെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് റെഡ് പട്ട് വിരിച്ചിട്ട് അവിടെ മഹാലക്ഷ്മിയും ഗണപതിയും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഫോട്ടോ എടുത്ത് അവിടെ വെച്ചു. വലിയ ഫോട്ടോ ഉണ്ട്, പക്ഷേ ഇവിടെ പൂജ ചെയ്യാൻ ആവശ്യമായിട്ട് ചെറുത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഗണപതിയും എല്ലാം പനിനീരിൽ തുടച്ചെടുത്തതാണ് കേട്ടോ. റോസ് വാട്ടറിൽ തുടച്ചെടുത്തിട്ടാണ് ഫോട്ടോസ്. എന്നിട്ട് അതിനൊക്കെ കുങ്കുമവും ചന്ദനവും കൂടി ചേർത്തിട്ട് പൊട്ട് തൊട്ടിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഗണപതിക്ക് ആദ്യം സർവവിഘ്നഹരം ദേവം സർവവിഘ്നവർജിതം സർവസിദ്ധിപ്രദാതാരം വന്ദേഹം ഗണനായകം എന്ന് പറഞ്ഞുകൊണ്ട് പൂക്കൾ അർച്ചന ചെയ്തു. അതിനുശേഷം മറ്റ് ദൈവങ്ങൾക്കും അർച്ചന ചെയ്തു. വെള്ളിയാഴ്ച ദിവസം നെയ്വിളക്കാണ് കൊളുത്തുന്നത്. അപ്പോൾ പിന്നെ ഇതിപ്പോൾ ഒരു സാധനം എടുത്ത് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട്, അർച്ചന ചെയ്തിട്ടുള്ള ഒരു സാധനം എടുത്തിട്ട് മാറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അന്നത്തെ ദിവസം ഞാൻ നിവേദ്യമായിട്ട് സമർപ്പിച്ചത് നമ്മുടെ അനാറാണ്, മാതളം. അപ്പോൾ അതിനകത്ത് തേനൊഴിച്ചിട്ടാണ് ഞാൻ ദേവിക്ക് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഒരു കുഞ്ഞു പൂജ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മളൊക്കെ ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ ആധികാരികമായിട്ടുള്ള അത്രയും പെർഫെക്ഷനൊന്നും കിട്ടത്തില്ല. പക്ഷേ എന്നാലും നമുക്ക് അറിയുന്നത് പോലെ, പിന്നെ ദൈവം എന്താണെങ്കിലും നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ക്ഷമിക്കുകയോ സഹിക്കുകയൊക്കെ ചെയ്യുമല്ലോ. പിന്നെ നമ്മൾ ക്ഷമാപണം നടത്തും. അവസാനമായിട്ട് പറയും, എന്തെങ്കിലും പൂജയിൽ പോരായ്മകളോ തെറ്റുകുറ്റങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ച് തരണം എന്ന് പറഞ്ഞിട്ട്, ഞാൻ ചെയ്ത അർച്ചന സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷമാപണം നടത്തുന്നുണ്ട്. അപ്പോൾ ഗണപതി ഭഗവാനാണ് ആദ്യം അർച്ചന ചെയ്യേണ്ടത്. എന്ത് ചെയ്യുമ്പോഴും ആദ്യം ഗണപതിക്കാണല്ലോ. അപ്പോൾ ഗണപതി ഭഗവാൻ അർച്ചന ചെയ്ത് പിന്നെ എല്ലാ ദൈവത്തിനും ഇവിടെ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ, ഈ മന്ത്രമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പിന്നെ ഈ കിഴിയിൽ വെക്കാനായിട്ട് നല്ല വാസനയുള്ളൊരു പൂവ് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അതിൽ പച്ചക്കർപ്പൂരം, വെറ്റിലടക്ക, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചതിന് ശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് അതിനെ കെട്ടിയിട്ട് ഒതുക്കി വെച്ചു. ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തിയ ഇത് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുകയാണെങ്കിൽ നമുക്കതുപോലെ ഐശ്വര്യം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ ഞാൻ പിന്നെ കെട്ടി മാറ്റി വെച്ചേക്കുന്നത്. അതിന് സ്മെല്ലിന് വേണ്ടിയിട്ട് അഷ്ടഗന്ധം എന്ന് പറയും, ജവാദ് പൗഡർ, അത് അതിൻ്റെ കൂട്ടത്തിലിട്ടു. എന്നിട്ട് ലാസ്റ്റ് ധൂപാരതി ചെയ്തു. ദേവിയോട് ക്ഷമിച്ചു തരണം, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളും പോരായ്മകളും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ്, ഇത് വെള്ളിയാഴ്ച ദിവസം ശുക്രഹോരയിലാണ് ചെയ്യുന്നത്, രാവിലെ 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു. അപ്പോൾ ഇത് നേരത്തെ എടുത്തു വെച്ച വീഡിയോ ആണ്, ഞാൻ ഷെഡ്യൂൾ ചെയ്യുകയാണ്. അപ്പോൾ ഒരു വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് തന്നെ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ദേവിക്ക് ഇങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് ഇതിങ്ങനെ സമർപ്പിക്കുകയാണ്, നിവേദ്യം സമർപ്പിക്കുക. അപ്പം അതിൽ അഷ്ടഗന്ധത്തിൻ്റെ പൗഡറാണ് കേട്ടോ. നമ്മുടെ വിളക്കിൽ കാണുന്നില്ലേ, അതിൽ പൂക്കളും അഷ്ടഗന്ധത്തിൻ്റെ പൗഡറും. പിന്നെ എനിക്കിവിടെ ഒത്തിരി പൂക്കളൊന്നുമില്ല അർച്ചന ചെയ്യാൻ വേണ്ടിയിട്ട്. പൂക്കൾ വാങ്ങിക്കുന്ന ദിവസമാണെങ്കിൽ ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് അർച്ചന ചെയ്യും. ഇതിപ്പം ഒരു ദിവസം വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ എടുത്തെടുത്ത് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ഇന്നിപ്പം കുറച്ചേറെ നല്ലതുപോലെ പൂക്കളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഒന്ന് അമ്പലത്തിലോട്ട് പോകണം. അമ്പലത്തിൽ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിനടുത്തുള്ള ക്ഷേത്രത്തിൽ വിഷുവിളക്കുത്സവമാണ്. അപ്പോൾ ഈ വിഷുവിളക്കുത്സവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആർക്കും വേറെ എവിടെയും പോയിട്ട് താമസിക്കാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. ഈ സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവണം, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവണം. അപ്പോൾ വിഷു സംക്രമം തൊട്ടിട്ടാണ് 7 ദിവസം, 7ൻ്റെ അന്ന് അമ്പലത്തിൻ്റെ വെടിക്കെട്ടോടു കൂടിയാണ് ഉത്സവം സമാപിക്കുന്നത്. അത്ര വരെ ഉറക്കമില്ലാത്ത രാത്രികളെന്നൊക്കെ പറയത്തില്ല, അതുപോലെയാണ് ആനപ്പുറത്ത് ഉത്സവം, ശീവേലി, പിന്നെന്തുവാ ചന്തം എന്ന് പറയണ ഒരു ഇതുണ്ട്, പിന്നെ ആനയുടെ എഴുന്നള്ളത്ത്, പിന്നെ കലാപരിപാടികൾ, അങ്ങനെയൊക്കെ ആയിട്ടാണ്. നല്ല രസമാണ് ശരിക്കും. അപ്പോൾ
നമ്മുടെ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിങ്ങനെ വട്ടപ്പന്തലൊക്കെ ഒരുക്കാൻ ഡിസംബർ മാസമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഇത് ഒരുക്കാൻ തുടങ്ങും കേട്ടോ. ഓല മേഞ്ഞ വട്ടപ്പന്തലാണ്, തേക്കിൻകാലുകൾ കുഴിച്ചിട്ടിട്ട് ഓല മേഞ്ഞ വട്ടപ്പന്തലാണ്. ഈ വട്ടപ്പന്തലിലാണ് ഉത്സവം നടക്കുക. ഇതിപ്പം പകലായതുകൊണ്ട് തന്നെ വലിയ ആരവങ്ങളോ ഒന്നുമില്ലാത്തൊരു ദിവസം. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മിക്ക ആൾക്കാരും പുലർച്ചെ 4 മണിയൊക്കെ ആകുമ്പോഴാണ് തിരിച്ച് വീട്ടിലോട്ട് പോയിട്ടുണ്ടാവുക. അപ്പോൾ ഈ രാവിലെ ഞാനൊരു 7:30 മണി 7:15 ആകുമ്പോഴാണ് വന്നത്. ആ സമയത്ത് പൊതുവേ ശാന്തമായിരുന്നു. ഈ വട്ടപ്പന്തലിൻ്റെ പണിയാണ് ഡിസംബർ മാസം മുതലേ തുടങ്ങും കേട്ടോ. ഇത് ഓല, മടഞ്ഞ ഓലയില്ലേ, ആൾക്കാർ മടഞ്ഞ ഓല വെച്ചിട്ടാണ് ഇത് ചെയ്യണേ. ഇത് വഴിപാട് കൗണ്ടറിൽ എത്തിയപ്പോഴത്തേനും ഇതാണ് അന്നപൂർണേശ്വരിയുടെ ആ ഒരു തിടമ്പ്. പിന്നെ ഇത് അമ്പലത്തിൻ്റെ അകത്ത് കയറിയപ്പോഴത്തേനും ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാനുണ്ടായ കാര്യം, അന്നപൂർണേശ്വരി അമ്പലത്തിൽ അന്നപൂർണേശ്വരി എന്നാണല്ലോ പേര്. എന്നും അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. അവിടെ എപ്പോൾ ചെന്നാലും ഉച്ചയ്ക്കും രാത്രിയിലും ഏത് ഭക്തർ ചെന്നാലും അവർക്ക് അന്നം, മൃഷ്ടാന്നം കിട്ടും. അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലായിരുന്നു അവിടെ. പിന്നെ ഇതൊക്കെ ചുമർ ചിത്രങ്ങളായിരുന്നു, ചുമരിൽ ആരൊക്കെയോ വരച്ച് വെച്ചിട്ടുള്ള ചിത്രങ്ങൾ. അപ്പം അമ്പലത്തിൻ്റെ മുൻഭാഗത്തൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ഇത് ഉത്സവം സംബന്ധമായിട്ട് കലവറ നിറയ്ക്കലൊക്കെ ഉണ്ടാവും. അപ്പോൾ കൊണ്ടുവന്നേക്കുന്ന കുറേ പച്ചക്കറികളും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡിലൊക്കെ. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ദേശത്തിൻ്റെ വക വെടിക്കെട്ടും കാഴ്ചവരവും ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ ആ ഭാഗത്തു നിന്നുള്ളവരുടെ പച്ചക്കറികൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുവരും കേട്ടോ. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഭക്തർ തൊഴുകാൻ പോകുമ്പോഴേക്കും ഈ ഉത്സവത്തിൻ്റെ സമയത്ത് അല്ലാണ്ടിരിക്കുമ്പോഴും നമ്മുടെയൊക്കെ വീട്ടിൽ അരിയൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ആദ്യം അല്ലെങ്കിൽ എന്നും അരിയിടുമ്പോൾ ഓരോ പിടി അരി മാറ്റി വയ്ക്കും അമ്പലത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത് ഐശ്വര്യമാണ്, നമുക്ക് അന്നത്തിനൊരു ബുദ്ധിമുട്ടും വരില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന അരി, പച്ചക്കറികൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് എന്നും അവിടെ വരുന്നവർക്ക് അന്നദാനം കൊടുക്കുന്നത്. ഇതാണ് അന്നദാന ഹാൾ കേട്ടോ. ഇവിടെ ഇപ്പോഴും നമുക്ക് നിലത്ത് ചമ്രപ്പടി ഇട്ടിട്ട് ഇരുന്നിട്ട് വേണം ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് അഗ്രശാല. അപ്പോൾ അമ്പലത്തിൻ്റെ ചുറ്റിലും പ്രദക്ഷിണം വരുമ്പോൾ ഉള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. നമുക്ക് ഒത്തിരി മുൻഭാഗത്തോ അമ്പലത്തിൻ്റെ നടയിലോ ഒന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. ഞാൻ എടുക്കുന്നില്ല, എന്തായാലും പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ആരാഞ്ഞില്ല, ആരുടെ അടുത്തും ചോദിച്ച് മനസ്സിലാക്കിയില്ല. പക്ഷേ വേണ്ടെന്ന് തോന്നി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനും അതിൻ്റെ പവിത്രത, പരിപാവനമായ സ്ഥലമാണ്. അപ്പോൾ അത് നമ്മൾ കാത്ത് സൂക്ഷിക്കുക തന്നെ വേണമല്ലോ. ഇത്രയും ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാനുള്ള സ്ഥലമാണ്. ഇത് ഈ സ്റ്റെപ്പ് കയറിയിട്ട് അങ്ങോട്ട് പോണത്. ഇപ്പം നേരെ കാണുന്നത് അമ്പലത്തിലെ കിണറാണ് കേട്ടോ, മണിക്കിണർ എന്ന് പറയും. ആ കിണറിൻ്റെ അവിടെ കാണുന്നതാണ് അടുപ്പ്. അവിടെ നിന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ പാചകം ചെയ്ത് ഉണ്ടാക്കുന്നത്. അത് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോഴും ഒന്നും എന്താ പറയുക, ഗ്യാസ് അടുപ്പിലോ അങ്ങനെയൊന്നുമല്ല ചെയ്യണേ, വിറകടുപ്പിൽ ചെയ്തുണ്ടാക്കുകയാണ്. ഇതാണ് അമ്പലത്തിൻ്റെ മുൻവശം. മെയിനായിട്ട് ഇവിടെ കൃഷ്ണൻ, നമ്മൾ അന്നപൂർണേശ്വരി ക്ഷേത്രമാണെന്നുണ്ടെങ്കിലും ആദ്യം വന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് കൃഷ്ണനാണ് കേട്ടോ. ശ്രീകൃഷ്ണൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളുമാണ്. ശ്രീകൃഷ്ണൻ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് അന്നപൂർണേശ്വരി അമ്മയുള്ളത്. അപ്പോൾ ഇതിപ്പോൾ അവിടുത്തെ ഒരു ചടങ്ങ് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളടുത്ത് ഒരു സൈഡിലോട്ട് മാറി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഉണ്ടായതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രശാലയിലേക്കുള്ള എന്തോ അഗ്നി പകർന്നു കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ്. ആ ചടങ്ങിന് ആ തിരുമേനി വരുന്നതാണത്. എന്നിട്ട് അഗ്നി പകർന്ന് അവരെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ രാവിലെ തുടങ്ങണം. കാര്യം ഈ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്ത് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഒരുപാട് തിരുമേനിമാരും അതുകൂടാതെ ബാക്കി നമ്മുടെ ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടുന്ന ആഹാരവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണ്ടല്ലേ. അപ്പോൾ അത്രയും രാവിലെ തുടങ്ങിയാൽ തന്നെ നമുക്ക് ആ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഇതാവുള്ളൂ. അപ്പോൾ അങ്ങനെയായിട്ട് ആ ചടങ്ങിന് വേണ്ടിയിട്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. അപ്പോൾ ഇത്തിരി നേരം മാറി നിന്നപ്പോൾ ക്യാമറയിൽ കിട്ടുകയാണെങ്കിൽ എടുക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ എടുത്തതാണ് കേട്ടോ. അതത്ര ക്ലാരിറ്റി ആയില്ല, കണ്ടില്ലേ അവർ ഇലയിൽ ദീപവും കൊണ്ടാണ് ഇപ്പോൾ അവർ പോണത്. നേരെ ദേവിയുടെ അനുഗ്രഹം കൂടി വാങ്ങിയിട്ട് അപ്പുറമാണ് അന്നപൂർണേശ്വരി ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൃഷ്ണൻ്റെ വാതിക്കലാണ്. അപ്പോൾ എന്നിട്ട് അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹം കൂടി മേടിച്ചിട്ടാണ് അഗ്രശാലയിലോട്ട് പോകുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉത്സവ സമയം കൂടി ആയപ്പോഴത്തേനും ഒരു പ്രത്യേക അനുഗ്രഹമായിരുന്നു, പ്രത്യേക ഒരു ഐശ്വര്യമായിരുന്നു അവിടെ ചെല്ലുമ്പോഴത്തേനും. അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്കല്ലെങ്കിലും രാവിലെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയിട്ട് വരുമ്പോൾ ആ ഒരു സന്തോഷം വല്ലാത്തൊരു ഇതല്ലേ. അപ്പോൾ
അങ്ങനെ കുറച്ച് സമയം അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ കുറച്ച് ഏറെ സമയം അവിടെ ഇരുന്ന് സ്പെൻഡ് ചെയ്തിട്ട് വരാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ അവിടെ നിന്ന് നിവേദ്യം കാര്യങ്ങളൊക്കെ തരുന്ന സ്ഥലമാണ് ആ സൈഡിൽ. അപ്പോൾ നമ്മൾ അവിൽ നിവേദ്യം കടുംപായസമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇതിപ്പോൾ നോക്കൂ എത്ര ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട്. നോക്കിയ ഒത്തിരി പേര്, ഇതൊക്കെ കാഴ്ചവരവിൽ കിട്ടിയതാണ് കേട്ടോ. ഇതിപ്പോൾ ദേവിയുടെ അവിടെ നടയടച്ചിരിക്കുകയാണ്. അത് തുറന്നിട്ട് പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഇവിടുത്തെ പ്രധാനമായിട്ടുള്ളത് അമ്പലച്ചിറയാണ് കേട്ടോ. ഇവിടെ ഈ കാണുന്നതാണ് ദേവിയുടെ. നമുക്ക് നേരിട്ട് കാണുമ്പോൾ ആ ഒരു ഇതിലേ കൂടിയാണ് അന്നപൂർണേശ്വരിയെ കാണത്തുള്ളൂ. ശരിക്കും കവാടം വരുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിലാണ്. ഇതിപ്പോൾ നമ്മളിങ്ങനെ വട്ടപ്പന്തലിൽ നേരെ പോകുന്നത് അമ്പലച്ചിറയിലോട്ടാണ് കേട്ടോ. ഇന്നിപ്പം ഇവിടെ ഭയങ്കര ശാന്തമാണെങ്കിലും രാത്രിയിൽ ആനപ്പുറത്ത് ആനകളും ഉത്സവങ്ങളും ഒത്തിരി ആളുകൾ, നമുക്കൊരു മണൽ വാരി ഇട്ടാൽ പോലും തറയിൽ വീഴാത്ത അത്രയും ജനങ്ങൾ. പിന്നെ ഉത്സവത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മത്സരിച്ചുള്ള വെടിക്കെട്ടാണ് കേട്ടോ. ഇന്നൊരു ദേശത്തിൻ്റെ ആണെങ്കിൽ നാളെ വേറൊരു ദേശത്തിൻ്റെ, അതൊക്കെയാണ്. ഇതിപ്പോൾ ഈ സൈഡിൽ ചന്തയും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ രാത്രിയിലെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ അതാണ്ട് ഇങ്ങനെ അടച്ചിട്ടേക്കുവാണ്. എന്നിട്ട് പിന്നെ നമ്മളിങ്ങനെ, ഇത് അമ്പലത്തിൻ്റെ പുറം ഭാഗം പ്രദക്ഷിണം വയ്ക്കുന്ന ഭാഗമാണ് കേട്ടോ. ഇതുവഴിയൊക്കെ ഇങ്ങനെ പോയിട്ട് അവിടെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അത് അമ്പലത്തിൻ്റെ വകയുള്ള ഓഡിറ്റോറിയമാണ്. ഇതിപ്പോൾ നേരെ നമ്മൾ നടന്നു പോകുന്നത് ചിറയോരത്താണ് കേട്ടോ. ആദ്യമൊക്കെ ആനയെ കുളിപ്പിക്കുന്നത് ഈ ചിറയിൽ വെച്ചിട്ടായിരുന്നു. ആനകളുണ്ടാവുമല്ലോ, അപ്പോൾ ഈ ആനകളെ കുളിപ്പിച്ചുകൊണ്ടിരുന്ന ഈ ചിറയിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ പക്ഷേ കുറച്ച് വർഷങ്ങളായിട്ട് അങ്ങനെ ചെയ്യുന്നില്ല. കാര്യം ഈ വേനൽക്കാലം ആകുമ്പോഴത്തേനും വെള്ളം ഇത്തിരി താഴ്ചയായിരിക്കും. അപ്പോൾ 3 ആനകളെയൊക്കെ കുളിപ്പിച്ചൊക്കെ ആകുമ്പോഴേക്കും പാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതിൻ്റെ സൈഡിൽ ബാക്ക് സൈഡിലുള്ള വീട്ടിൽ അവിടെ തളച്ചിട്ടേക്കുവാണ്. അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ വെള്ളം ഉപയോഗിച്ചിട്ട് അങ്ങനെ കുളിപ്പിക്കുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ ദൂരത്തു നിന്നുള്ള ഒരു വ്യൂ. ഇതാ ഈ തേക്ക് കാല് വെച്ചിട്ട് പണിതെടുത്ത വട്ടപ്പന്തലിൻ്റെ പണി എപ്പോൾ തുടങ്ങുന്നതാണെന്നറിയോ? ഇതിപ്പം നമ്മളിങ്ങനെ വലിയൊരു ആഘോഷമായിട്ട് എടുക്കുന്ന ഉത്സവമാണ്. ഇതിപ്പോൾ കഴിഞ്ഞിട്ട് ഈ വട്ടപ്പന്തൽ അഴിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു വിഷമമാണ്. ഇനി ആ ഒരു വർഷം കാത്തിരിക്കണം അല്ലോ എന്നുള്ള ഒരു വിഷമം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടങ്ങളിലൊക്കെ തുലാപ്പത്തിന് തുടങ്ങുന്നതാണ് ഉത്സവങ്ങൾ, തെയ്യങ്ങൾ. ആ സമയത്തൊക്കെ തെയ്യങ്ങളാണ് കേട്ടോ. വടക്കൻ മലബാറിൽ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, തെയ്യങ്ങളാണ് ആ സമയത്ത് തുടങ്ങുക. അതും കഴിഞ്ഞ് ഈ അന്നപൂർണേശ്വരി അമ്പലത്തിൽ ഉത്സവം കൂടി കഴിയുന്നതോടും കൂടിയാണ് ഏകദേശം ഉത്സവത്തിനൊക്കെ ഒരു സമാപനം. ഇതിപ്പോൾ കണ്ടോ ചിറ എത്ര വലിയ ചിറയാണെന്നറിയാം. അതിപ്പം നവീകരിച്ചിട്ട് അതിൻ്റെ സൈഡിലൊക്കെ കെട്ടിയിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഈ അടുത്തിടെ ചെയ്തതാണ്. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഇപ്പോഴും അത്യാവശ്യം വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വരുന്ന പൂജയ്ക്കും കർമ്മത്തിനൊക്കെ ഈ ഉത്സവ സമയത്തൊക്കെ ഒത്തിരി പേര് വരുമല്ലോ അമ്പലത്തിൽ. അപ്പോൾ അവരൊക്കെ കുളിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ. നല്ല വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇപ്പോൾ ആനയെ കുളിപ്പിക്കാറില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം നല്ല വൃത്തിയാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മൾ രാത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലങ്ങോട്ട് ഇരിക്കും. അവിടെ ഇരുന്നിട്ട് രാത്രിയിൽ വെടിക്കെട്ടും കോപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞിട്ടാണ്. നല്ല രസമാണ്. അന്ന് ചൂടെടുക്കില്ല, ഒത്തിരി ചൂടുണ്ടാവില്ല. പൊതുവേ ഇപ്പം ചൂട് കൂടിയ സമയമാണല്ലോ. അപ്പോൾ തന്നെ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ വെടിക്കെട്ടൊക്കെ കാണുമ്പം നിറയെ ആൾക്കാരായിരിക്കും കേട്ടോ. ഇപ്പം കാണുന്ന ഈ ശാന്തതയൊന്നും രാത്രിയിൽ പ്രതീക്ഷിക്കണ്ട. ഇതിപ്പം നോക്കത് ആ അമ്പലത്തിൻ്റെ മറുവശത്ത് ഇങ്ങനെ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു മുത്തശ്ശി ആലാണ് കേട്ടോ. ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ രാത്രിയിൽ, ഇവിടെയൊന്നും കാണാൻ പോലും കിട്ടില്ല. ഇവിടുത്തെ ഈ റോഡോരത്തൊന്നും അത്രയും ജനങ്ങളായിരിക്കും. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അമ്പലമാണ്. പിന്നെ അന്നപൂർണേശ്വരി എന്ന് പറയുമ്പം എന്നും അവിടെ അങ്ങനെയാണല്ലോ. അന്നത്തിനൊരു ബുദ്ധിമുട്ടും തരാതെ നമ്മളെന്നും ഐശ്വര്യമായിട്ട് കാത്തു രക്ഷിക്കുന്ന ദേവിയുടെ അമ്പലവും കൂടിയാണല്ലോ. അപ്പോൾ എന്നും അവിടെ ആഹാരത്തിനാണെങ്കിലും ഉച്ചപൂജേൻ്റെ സമയത്തൊക്കെയും രാത്രി പൂജയ്ക്കൊക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇതാണ് കേട്ടോ അമ്പലത്തിൽ ആ ഉത്സവത്തിൻ്റെ സമയത്തുള്ള ഒരു വ്യൂ ആണ്. അപ്പോൾ ഒന്ന് പോയപ്പോൾ അതൊന്ന് ക്യാമറയിൽ പകർത്തി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.